നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപ്തി VS, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാള വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. PG 4ാം സെമസ്റ്റർ മലയാളത്തിലെ ദൃശ്യകലാ സാഹിത്യം ബ്ലോക്ക് 3 നാടകം എന്ന ഭാഗത്തിൽ വിശദ പഠനത്തിന് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ലേഖനം CJ തോമസിൻ്റെ മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ എന്നതാണ്. ആ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മലയാളത്തിലെ പ്രക്ഷോഭകാരിയായ എഴുത്തുകാരനായാണ് CJ തോമസ് അറിയപ്പെട്ടിരുന്നത്. അധ്യാപകൻ, നിരൂപകൻ, പത്രപ്രവർത്തകൻ, പരിഭാഷകൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. കുറച്ചു കാലം തിരുവനന്തപുരം ആകാശവാണിയിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ നാടകവേദിയിലെ പുതിയ പരീക്ഷണങ്ങൾ മലയാള നാടകവേദിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. നാടകശാസ്ത്രത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, വിദേശ നാടക തർജ്ജമകൾ, സ്വതന്ത്ര നാടകങ്ങൾ എന്നിവയിലൂടെ മലയാള നാടകവേദിക്ക് അമൂല്യ സംഭാവനകൾ നൽകി. നാടക നിരൂപണ കൃതികളിൽ ശ്രദ്ധേയമായ ഉയരുന്ന യവനിക മലയാള നാടകവേദിയുടെ ചരിത്രവും രംഗാവതരണവും വിശദമാക്കുന്ന നാടക ചരിത്ര ഗ്രന്ഥമാണ്. മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ എന്ന ലേഖനത്തിൽ ജനകീയ കലയായ നാടകം രചിക്കുന്നവർക്കും വായിക്കുന്നവർക്കും അഭിനയിക്കുന്നവർക്കും എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നാടകത്തിലെ പ്രധാന ഘടകങ്ങളെ അവലംബമാക്കി അവ എപ്രകാരം മലയാള നാടകത്തിൽ എത്തപ്പെട്ടു എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് അതിൽ. അനേകം കൈവഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇന്നത്തെ മലയാള നാടകവേദി ഉണ്ടായിരിക്കുന്നത്. ഇതര കലകളുമായി ഇഴചേർന്ന് വളർന്ന് പിൽക്കാലത്ത് മാറ്റങ്ങൾക്ക് വിധേയമായി മൗലിക സ്ഥാനം നേടിയിരിക്കുകയാണ് ഈ കല. മലയാള നാടകത്തിൻ്റെ പിറവി സംബന്ധിച്ചുള്ള അന്വേഷണം പലപ്പോഴും തെറ്റായ വഴിയിലേക്കാണ് പോയിട്ടുള്ളത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ കഥകളിയിൽ നിന്നും അതല്ല ചാക്യാർകൂത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് ഈ കലാരൂപമെന്ന വാദഗതി നിലവിലുണ്ട്. ഈ കലാരൂപങ്ങളും നാടകവും തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. നാടകത്തിൻ്റെ പ്രധാന ഘടകങ്ങളെ അവലംബമാക്കി അവ എപ്രകാരം മലയാള നാടകത്തിൽ എത്തപ്പെട്ടുവെന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം എന്നാണ് CJയുടെ അഭിപ്രായം. കഥകളി നൃത്തവും നാടകം അഭിനയവുമാണെന്നതാണ് പൊതുവായ ഒരു വ്യത്യാസം. എന്നാൽ നൃത്തവും അഭിനയവും തമ്മിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ബന്ധം കണ്ടെത്താനുമാകും. നാടകത്തിൽ നടന്മാർ കഥാപാത്രങ്ങളായി തീർന്ന് വേഷവിധാനത്തോടെ അഭിനയിക്കുന്നു. നൃത്തമാകട്ടെ പ്രതീകങ്ങളിലൂടെയാണ് പ്രത്യക്ഷമാകുന്നത്. നാടകത്തിന് നല്ല ഒരു കഥ വേണം. സ്ഥലകാല സംഭവ പൊരുത്തവും ഒപ്പം കഥാരംഗങ്ങളായി അവതരിപ്പിക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നൃത്തത്തിന് ആവശ്യമില്ല. കഥ പറയുന്ന രീതിയും വ്യത്യാസമാണ്. ആശയപ്രതീകങ്ങളായ മുദ്രകളിലൂടെ കാൽപ്പനിക ചിത്രീകരണം നടത്തുകയാണ് നൃത്തത്തിൽ. കഥാപാത്രങ്ങളെല്ലാം വെറും മനുഷ്യരാണ്. വേഷവിധാനം പോലും അതിനനുസൃതമാണ്. സംഗീതത്തിൻ്റെ പ്രാധാന്യം നൃത്തത്തിലാണുള്ളത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കഥകളി മലയാള നാടകത്തിൻ്റെ പ്രാചീന രൂപമല്ലെന്ന് വ്യക്തമാകുന്നു. ചാക്യാർകൂത്തിൽ നിന്ന് ജന്മം കൊണ്ടതല്ല നാടകം എന്നതിനും തെളിവുകൾ നിരത്താനാകും. കൂത്ത് പൂർണ്ണതയുള്ള ഒരു കലാരൂപമാണ്. ഒരാൾ വന്ന് സരസമായി കഥ പറയുകയാണ്. കഥ അവിടെ അഭിനയിക്കുന്നില്ല. നങ്ങ്യാർ വരുന്നതാകട്ടെ ചാക്യാരുടെ സഹായി എന്ന നിലയിലാണ്, മറിച്ച് കഥാപാത്രത്തിൻ്റെ ഭാവത്തിലല്ല. ചാക്യാന്മാർ ഏതാനും സംസ്കൃത നാടകങ്ങളെ അവലംബമാക്കി കഥകൾ പറഞ്ഞിരുന്നു എന്നൊരു പൊരുത്തമേ ഇവ തങ്ങളിലുള്ളൂ. യാത്രക്കളി അല്ലെങ്കിൽ സംഘക്കളി നാടകത്തിൻ്റെ ആദിമ രൂപമാണെന്ന അഭിപ്രായം നിലവിലുണ്ട്. അഭിനയ രീതി വെച്ച് നോക്കിയാൽ സംഘക്കളി നാടകത്തെ അനുകരിക്കുന്നതായി കാണാവുന്നതാണ്. എന്നാൽ അത് ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആചാരം മാത്രമാണ്, കലാരൂപമല്ല. ഇതിൽ മത്സ്യഗന്ധിയുടെ ഒരു കഥ അഭിനയത്തിൽ പ്രകടമാകുന്നുണ്ടെങ്കിലും അതിന് നാടകരൂപവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫലിതവും അഭ്യാസവും ആട്ടവും പാട്ടുമൊക്കെ സംഘക്കളിയിലുണ്ട്. സംഘക്കളിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ചും ഒരു വിശ്വാസമുണ്ട്. നമ്പൂതിരിമാർക്ക് നായർ മാടമ്പിമാരോട് ഏറ്റുമുട്ടാനായിട്ട് രഹസ്യമായി കളരിപ്പയറ്റ് അഭ്യസിക്കുന്നതിന് സൃഷ്ടിച്ച കലാരൂപമാണ് സംഘക്കളി എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ മലയാള നാടകത്തിൻ്റെ വേരുകൾ കേരളത്തിലെ പ്രാചീന കലാരൂപങ്ങളിൽ നിന്ന് കണ്ടെത്താനാകില്ലെന്നും അന്യനാടുകളിൽ നിന്നും പറിച്ചു നടപ്പെട്ട ഒരു കലാരൂപമാണിതെന്നും
CJ തോമസ് യുക്തിപൂർവ്വം സമർത്ഥിക്കുകയാണ് ലേഖനത്തിൽ. സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ നിന്നുമാണ് മലയാള നാടക സാഹിത്യവും നാടകവേദിയും ഉത്ഭവിച്ചതെന്ന കാഴ്ചപ്പാടാണ് CJയ്ക്കുള്ളത്. ഈ ഭാഷകളിൽ നിന്നും പല അംശങ്ങളും മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും പതുക്കെ പതുക്കെ മലയാളത്തിന് സ്വന്തമായ ഒരു നാടക പ്രസ്ഥാനം ഉണ്ടാവുകയും ചെയ്തു. സംസ്കൃത വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി സംസ്കൃത നാടക പ്രസ്ഥാനമായി പരിചയപ്പെടാനും ഭാസൻ്റെയും കാളിദാസിൻ്റെയും നാടകകൃതികൾ വായിച്ചു രസിക്കാനും മലയാളികൾക്ക് ആദ്യകാലത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദൃശ്യകലയെന്ന നിലയിലല്ല സംസ്കൃതത്തിലെ നാടകങ്ങളെ മലയാളികൾ ആസ്വദിച്ചത്. തികച്ചും ശൂന്യമായ അവസ്ഥയിൽ നാടകമെന്ന കലാരൂപം കേരളത്തിൽ ഉദയം കൊള്ളാൻ ഇടയായതിൽ സംസ്കൃത നാടക സാഹിത്യത്തിന് അനിഷേധ്യമായ പങ്കുണ്ടെന്ന് പറയാം. എങ്കിലും വ്യത്യസ്തമായ ദേശകാല സാഹചര്യത്തിൽ രചിച്ച നാടകശാസ്ത്ര ഗ്രന്ഥത്തിലൂടെ നാടകത്തെയും അഭിനയത്തെയും അറിയാൻ നമുക്ക് കഴിഞ്ഞു. കേരളീയ നാടകവേദിക്കത് പ്രയോജനപ്പെട്ടില്ലെന്നതാണ് CJയുടെ കണ്ടെത്തൽ. പോർട്ടുഗീസുകാരാലാണ് ഇവിടെ ഒരു നാടകവേദി ഉടലെടുക്കാൻ കാരണമായതെന്നാണ് CJയുടെ വിലയിരുത്തൽ. അക്കാലത്ത് യൂറോപ്പിൽ നിന്നും കടം കൊണ്ട പല നാടകങ്ങളും കേരളത്തിൽ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയിട്ടുണ്ട്. റോമൻ ചക്രവർത്തിയുടെ അവദാനങ്ങളെ കീർത്തിക്കുന്ന ജനോവ നാടകം ഇതിനുദാഹരണമാണ്. നാടകത്തിൻ്റെ അവതരണത്തിന് വേണ്ട വ്യക്തവും സംഘടനാത്മകവുമായ കഥാപാത്ര സൃഷ്ടി, സ്വാഭാവിക അഭിനയം, രസകരമായ സംഭാഷണം തുടങ്ങിയവയെല്ലാം ഈ നാടകത്തിൽ കാണാമായിരുന്നു. രംഗം, സംവിധാനം, വേഷഭൂഷാദികൾ, കർട്ടൻ, മുഖംമൂടി തുടങ്ങിയവ നാടകത്തിന് അനുയോജ്യമാം വിധം ആദ്യം ഉപയോഗിച്ചത് ഈ നാടകത്തിലായിരുന്നു. ഗ്രീസിൽ നിന്നും റോമിലൂടെ പോർച്ചുഗൽ വഴി കേരളത്തിലെത്തിയതാണ് നാടകം എന്നതാണ് CJ വിശ്വസിക്കുന്നത്. ഗ്രീക്ക് നാടകങ്ങളിലെ കോറസ് പോലെ സംഭവങ്ങളെ ഹാസ്യാത്മകമായി വിമർശനം നടത്തുന്ന വിദൂഷകന് നാടകത്തിലുണ്ടായിരുന്നു. ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിന്ന കാലത്ത് ഉയർന്ന വർഗ്ഗക്കാർ കഥകളി ആസ്വാദകരായി മാറിയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത്തരം നാടകങ്ങൾ ജനകീയതയുടെ മുഖമുദ്രയായി മാറി. ബൈബിൾ കഥകൾ ഇതിവൃത്തമാക്കി നാടകങ്ങൾ ദൃശ്യരൂപമായതിനു ശേഷമാണ് സാമൂഹിക നാടകങ്ങളുടെ പിറവി. നാടകത്തിന് ജനങ്ങളിലുള്ള സ്വാധീനം മനസ്സിലാക്കിയിട്ട് സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഉപാധിയാക്കി ഇതിനെ മാറ്റാമെന്ന ഒരു വിശ്വാസം ഉണ്ടായി. അമ്മായിയമ്മ പോരിനെ വിമർശിക്കുന്ന മറിയാമ്മ നാടകം മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകമെന്നാണ് അറിയപ്പെടുന്നത്. പാട്ടുകൾ പ്രാകൃതമെങ്കിലും സംസാര ഭാഷയിലാണ് ഇതിൻ്റെ രചന. തുടർന്ന് വന്ന സാമൂഹിക നാടകങ്ങൾ മിക്കതും നിലവാരമില്ലാത്തതായിരുന്നു. ഈ സമയത്താണ് തമിഴ് സംഗീത നാടകം കടന്നു വന്നത്. സംഗീതത്തിലും അഭിനയകലയിലും ഉയർന്ന നിലവാരം പുലർത്തുന്നവയായിരുന്നു അവ. കരുണ, വീര, രൗദ്ര രസങ്ങൾ സമർത്ഥമായി തമിഴർ അഭിനയിച്ചു. സ്ത്രീകൾ രംഗത്ത് വന്ന് അഭിനയിക്കുന്ന രീതിയും തമിഴർ നടപ്പിലാക്കിയിരുന്നു. നാടകകലയിൽ നിന്നും അകന്നു നിന്നിരുന്ന ജനവിഭാഗങ്ങളെ തമിഴ് നാടകങ്ങൾ തങ്ങളിലേക്ക് ആകർഷിച്ചു നിർത്തി. മലയാള സംഗീത നാടക സംഘങ്ങൾ ഉണ്ടായെങ്കിലും അവർ അഭിനയിച്ചതും തമിഴ് നാടകങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് മലയാളത്തിൽ സംഗീത നാടകങ്ങൾ ഉണ്ടായി. KC കേശവപിള്ളയുടെ സദാരാമ സംഗീത നാടകം മലയാള നാടക പ്രസ്ഥാനത്തിലെ നാഴികക്കല്ലായി മാറി. തമിഴ് കഥയാണ് ഇതിൻ്റേത്. കാലാന്തരത്തിൽ കരുണ, ശാകുന്തളം, അനാർക്കലി തുടങ്ങിയ കഥകളിലൂടെ നാടക പ്രസ്ഥാനം അങ്ങ് വളർന്നു. മലയാള സംഗീത നാടകങ്ങളെല്ലാം തമിഴ് സംഗീത നാടകങ്ങളുടെ അച്ചിൽ വാർക്കപ്പെട്ടവയാണെന്ന് പറയാം. മലയാള നാടകവേദി പരിഷ്കൃതമാകാൻ സഹായിച്ചതിൽ തമിഴ് സംഗീത നാടകത്തിനുള്ള സ്വാധീനം ഏറെയാണെന്നാണ് CJയുടെ വിലയിരുത്തൽ. പിന്നീട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ചവർ ഇംഗ്ലീഷ് നാടകങ്ങൾ പരിഭാഷപ്പെടുത്തി രംഗത്തെത്തിച്ചു. എന്നാൽ അതും വിജയകരമായില്ല. വളർച്ചയെത്തിയ ഒരു നാടക പ്രസ്ഥാനത്തെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന ചിന്താഗതി ഉണ്ടായി. അനുകരണങ്ങളുടെ വരവായിരുന്നു അടുത്ത ഘട്ടം, അതായത് പ്രഹസനങ്ങൾ. അങ്ങനെ ഉണ്ടായവയാണ് CVയുടെ പ്രഹസനങ്ങൾ. EV കൃഷ്ണപിള്ളയും പ്രഹസനങ്ങൾ എഴുതി. പിന്നീട് അദ്ദേഹം ഷേക്സ്പിയറെ അനുകരിച്ച് സീതാലക്ഷ്മി, രാജാ കേശവദാസൻ തുടങ്ങിയ നാടകങ്ങൾ എഴുതി. വേലുത്തമ്പിതളവ, ഹരിശ്ചന്ദ്രൻ, കാൽവരിയിലെ കൽപ്പപാതകം തുടങ്ങിയ രചനകളും ഈ പ്രസ്ഥാനത്തിൽ പിറവികൊണ്ടു. CJ തോമസിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക മലയാള നാടകത്തിൽ സ്വാധീന ശക്തിയെ നിലകൊള്ളുന്നത് ഇബ്സന്റെ നാടകങ്ങളാണ്. അവയിൽ ഏറിയ പങ്കും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്സൻ നാടകങ്ങളുടെ സാങ്കേതിക രീതി അനുസരിച്ച് എഴുതപ്പെട്ടവയാണ് N കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ. വൈദേശിക ഭാഷകളുടെ സമ്പർക്കത്താൽ മലയാളത്തിന് സ്വന്തമായൊരു നാടക പ്രസ്ഥാനമുണ്ട്. എന്നിരുന്നാലും
വൈപുല്യമാർന്ന നാടക സാഹിത്യം ഇല്ലെന്നാണ് CJ നിരീക്ഷിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയാലും മലയാള നാടകത്തിൻ്റെ ഗതി മുന്നോട്ട് തന്നെയാണെന്നാണ് CJ വിശ്വസിക്കുന്നതെന്ന് ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ഈ ലേഖനം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.